നടക്കുന്നുണ്ട്. ഇതേ രീതിയിൽ ഈ ലഹരി സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളും നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ ഭീതി വിതയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഗുണ്ടാ വിളയാട്ടം പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായ പരിശോധന നടത്തുകയാണ് പോലീസ്. ഗുണ്ടകളെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടാനാണ് പോലീസിന്റെ പരിശോധന. കാപ്പ ചുമത്തിയ പ്രതികളെ പിടികൂടാനാണ് നീക്കം. ആഗ് ഡി ഹണ്ട് പദ്ധതികളുടെ ഭാഗമായാണ് പരിശോധന നടക്കുന്നത്. പരിശോധനയിൽ നേമത്ത് ഒരാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കാക്കാമൂല സ്വദേശി അഖിലിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് റെയ്ഡെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ DH നാഗരാജ് പറഞ്ഞു. ഒരു ദിവസം മാത്രമല്ല ഡി ഹണ്ട് പരിശോധന, വ്യാപക പരിശോധന തുടരുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ഈ ആക്ഷനിൽ ഇന്ന് രാവിലെ നമ്മുടെ നേമം ഭാഗത്ത് ഒരു നാട് കടത്തിയ ഒരു പ്രതിയെ കൂടി നമ്മൾ പിടിച്ചിട്ടുണ്ട്. കാപ്പ 15 ഓർഡർ പ്രകാരം ഒരു അഖിൽ ദേവ് എന്ന ഒരാൾ നമ്മുടെ ഫെബ്രുവരി മാസം നാട് കടത്തിയായിരുന്നു. അയാളുടെ വീട്ടിലെ തങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാപ്പ വയലേഷനാണ്. അത് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ വയലേഷൻസ് വേറെ എന്തെങ്കിലും കോൺട്രബാൻഡ് അവരുടെ കയ്യിലെ ആംസ്, ഡ്രഗ്സ്, എക്സ്പ്ലോസീവ്സ് പോലത്തെ എന്തെങ്കിലും സാധനം കിട്ടുമെങ്കിൽ അതിൻ്റെ നിയമ നടപടി കൂടെ ഉണ്ടാവും. ആക്ഷൻ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് റിസൾട്ട് കിട്ടും. സോ ഈ ഒരു ആൻറ്റി സോഷ്യൽസിൻ്റെ എതിരെയുള്ള ആക്ഷൻ നമ്മുടെ സ്റ്റേറ്റ് വൈഡ് നടക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം കരമനയിലടക്കം വലിയ രീതിയിൽ നാട്ടുകാർക്ക് ഭീതി വിതയ്ക്കുന്ന രീതിയിൽ അക്രമങ്ങൾ നടക്കുന്നു, കൊലപാതകം നടക്കുന്നു. സംസ്ഥാനത്ത് 1700-ലധികം ഗുണ്ടകൾ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്നുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ മാത്രമാണോ നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? വ്യാപകമായ പരിശോധനയിൽ പോലീസിന്റെ വരും ദിവസങ്ങൾ ഇതുപോലുള്ള പരിശോധനകൾ, റെയ്ഡ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? കരമനയിലെ അഖിൽ എന്ന 23 വയസ്സുകാരൻ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം പോലീസ് വീണ്ടും സജീവമാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് സിറ്റി പോലീസ് കമ്മീഷണർ മേൽനോട്ടത്തിൽ ഇന്ന് കരമന, നേമം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായ മിന്നൽ പരിശോധന നടന്നത്. ആ പരിശോധനയിലാണ് കാക്കാമൂല സ്വദേശിയായ അഖിൽ എന്ന 33 വയസ്സുകാരനെ നേമം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ നേരത്തെ ഗുണ്ട ആക്ട് പ്രകാരം നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായി കാപ്പ ഉൾപ്പെടെ ചുമത്തിയിട്ടുള്ള പ്രതികളെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഈ പരിശോധനയുടെ പോലീസ് ലക്ഷ്യം വെച്ചത്. ഓപ്പറേഷൻ ആക്ട് എന്ന പേരിലായിരുന്നു ഈ പരിശോധന നടന്നത്. സ്വാഭാവികമായി സംസ്ഥാന വ്യാപകമായി നടന്ന പരിശോധനയാണ്. അതിലാകെ എത്ര ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ച ഔദ്യോഗികമായ കണക്കുകൾ വൈകിട്ട് മാത്രമേ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഈ പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് തിരുവനന്തപുരം നെയ്യാറ്റിക്കരയിലും അതോടൊപ്പം തന്നെ വെള്ളറടയിലും സമാനമായ തരത്തിൽ ഗുണ്ടാ ആക്രമണങ്ങൾ ഇന്നലെ രാത്രിയിലുണ്ടായത്. നെയ്യാറ്റിങ്കര വെള്ളറടയിൽ അമ്പൂരിയിലാണ് ഗുണ്ടാ വിളയാട്ടം ഉണ്ടായത്. ഇന്നലെ രാത്രി ലഹരി സംഘങ്ങളാണ് വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ കൂടി വിശദമായി പരിശോധിക്കണം. നെയ്യാറ്റിങ്കര വെള്ളറട അമ്പൂരിയിലാണ് ഡാൻ സൂചിപ്പിച്ചതുപോലെ ഗുണ്ടാ വിളയാട്ടം നടന്നത്. രാത്രിയുടെ മറവിൽ ലഹരിയിൽ അഴിഞ്ഞാടിയ ഗുണ്ടാ സംഘം വഴിയാത്രക്കാരെയും വീടും ആക്രമിച്ചു. പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരായ ജിബിനും സംഘവുമാണ് അക്രമ അന്തരീക്ഷം സൃഷ്ടിച്ചത്. ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറായിട്ട് വന്നതിന് ശേഷം ഇത് രണ്ടാമത്തെ അറ്റാക്കാണ് അടിയൻ. നേരത്തെ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. അന്ന് CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ഓടിച്ചിട്ട് എറിയുകയും ഞാൻ പറഞ്ഞു ഇവിടെ എന്താണ് അന്വേഷിക്കാനെന്ന് പറഞ്ഞു വിട്ടാണ് ലോക്കൽ സെക്രട്ടറി അവിടെ നിരന്തരമായിട്ട് എറിയുകയും ചെയ്തു. അതിനുശേഷമാണ് അന്ന് 4 പേരുണ്ടായിരുന്നു. അതിൽ ഈ ആശ എന്ന് പറയുന്ന ആളിൻ്റെ മൂത്ത മോനെയും വേറെ അമ്പൂരിലുള്ളൊരു പയ്യനെ അന്ന് പോലീസ് കൊണ്ടുപോയി. അതിന് ശേഷം ഇപ്പോഴാണ് ഇവരിവിടെ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ വന്ന് ഇന്നലെ ഇവിടെ സംഭവങ്ങളുണ്ടായത്. 2-3 മാസത്തേക്ക് ഒരിക്കൽ ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ള എവിടെ നിന്നെങ്കിലുമുള്ള പയ്യന്മാരെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ വെള്ളം അടിയും, കഞ്ചാവ്, മയക്കുമരുന്ന്, ബ്രാൻഡ് ഇതെല്ലാം കൂടെ കലക്കി ഒരുമിച്ചാണ് കുടിക്കുന്നത്. കുടിച്ചും കൊണ്ടാണ് യുവമാർ ഇവിടെ കിടന്നും കൊണ്ട് വേല കാണിക്കുക. റോട്ടിൽ പോണവരെ വെട്ടാക്കം, വാളെടുത്ത് വീശക്കം, തള്ളയും അമ്മൂമ്മ തള്ളയൊക്കെ ഇതിന് സപ്പോർട്ടാണ്. അവർക്ക് പൈസ കിട്ടിയാൽ മതി. ഡാൻ കുര്യനിലേക്ക് വീണ്ടും. ഡാൻ, ഈ കരമനയിലെ ക്രൂരമായ കൊലപാതകത്തിന് പിന്നാലെയാണ് അമ്പൂരിയിൽ ഗുണ്ടാ വിളയാട്ടം നടക്കുന്നത്. അതായത് പോലീസിന്റെ പരിശോധന ഒരു വശത്ത് നടക്കുന്നുണ്ട്, മറുവശത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു. ഈ കേസിൽ, ഈ അമ്പൂരിയിലെ കേസുമായി ബന്ധപ്പെട്ട്
ഈ അക്രമികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ ഡാൻ? അക്രമികളെ തേടിയുള്ള പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ഏതാനും പേരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികളടക്കം നൽകുന്ന സൂചനകൾ. ഇപ്പോൾ പ്രതികരിച്ച അല്ലെങ്കിൽ ഈ പ്രതികരണം കണ്ട വ്യക്തി ഉൾപ്പെടെ പറയുന്നത് ജിബിൻ എന്ന ഒരാളുടെ നേതൃത്വത്തിലാണ്, അവിടെ സ്ഥിരം ഇത്തരം പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജിബിൻ എന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഈ ലഹരി ഉപയോഗിച്ച ശേഷമുള്ള ശല്യം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ശല്യം നടത്തിയിരുന്നത്. ഏതാനും യുവാക്കളുടെ നേതൃത്വത്തിലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ പോലീസിന് കഴിയാതെ വന്നതോടെയാണ് അവർ വ്യാപകമായി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് ആയുധങ്ങൾ ഉപയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയതെന്ന് പറയുന്നു. എന്തായാലും വലിയ തരത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെയും തിരുവനന്തപുരം റൂറൽ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പോലീസിന്റെ പരിശോധന തുടർച്ചയായി നടത്താൻ കഴിയാതെ വരുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിന് പിന്നിലെന്ന ആക്ഷേപം ഒരു വശത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ടോം, ചിലപ്പം വേണ്ട. അതോടൊപ്പം ഈ കാട്ടാക്കട നക്രാഞ്ചിറയ്ക്ക് സമീപം ഷാഡോ പോലീസ് എന്ന വ്യാജന യുവാക്കളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതായും ഒരു പരാതി ഉയർന്നിട്ടുണ്ടല്ലോ. ഈ സംഭവത്തിന് പിന്നിൽ ആരാണ്? ഇതും ഗുണ്ടാ സംഘങ്ങൾ തന്നെയാണോ ഈ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്? ക്രൂരമായി ആക്രമണം നടത്തിയതിന് പിന്നിൽ ആരാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഡാൻ? ഷാഡോ പോലീസ് എന്ന വ്യാജേനയാണ് യുവാക്കളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് അതുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വിവരം. അതിൽ കാട്ടാക്കട നക്രാഞ്ചിറയ്ക്ക് സമീപത്ത് വെച്ചാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളനാട് സ്വദേശികളായ വിഷ്ണുവിനും മനുവിനുമാണ് ഇത്തരത്തിലുള്ള അക്രമത്തിൽ ക്രൂരമായി പരിക്കേറ്റത്. ഇവരുടെ രണ്ടുപേരുടെയും കൈകൾക്ക് പൊട്ടലുണ്ട് എന്നാണ് വിവരം. പക്ഷേ ഇത് ആരാണ് ആക്രമിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ സൂചനകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുമുണ്ട്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു വശത്ത്